വാട്ട് മേക്സ് വിജയ് സോ സ്പെഷ്യൽ? സത്യം പറഞ്ഞാൽ വിജയ് എന്ന് പറയുന്ന ആക്ടറിന്റെ ജീവിതം ഒരു സിനിമാ കഥ പോലെയാണ്. ഒരുപാട് ഉയർച്ചയും ഒരുപാട് താഴ്ചയും ഒരുപാട് വെല്ലുവിളികളും ഒരുപാട് അനുഭവങ്ങളും ഒക്കെ ചേർന്നൊരു കഥ. തുടക്കം സിനിമയിൽ വന്ന സമയത്ത് ഇത്രയധികം അപമാനങ്ങളും കളിയാക്കലുകളും തന്റെ ലുക്സിന്റെ പേരിൽ ഒക്കെ നേരിട്ട ഒരു നടൻ പിന്നീട് തമിഴ് സിനിമയിലെ തന്നെ ഏറ്റവും വലിയൊരു താരമാവുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. തമിഴ്നാട്ടിൽ മാത്രമല്ല കേരളത്തിലും വിജയ് തന്റെ സാമ്രാജ്യം വലിയ രീതിയിലാണ് കെട്ടിപ്പടുത്തത്. സത്യം പറഞ്ഞാൽ എന്തുകൊണ്ടാണ് വിജയ്ക്ക് ഇത്രയും വലിയൊരു സ്നേഹം കിട്ടുന്നത്? വാട്ട് മേക്സ് ഹിം വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് സ്റ്റാർ ഇൻ ദ കൺട്രി? വിജയുടെ കരിയറിലെ ഓരോ സ്റ്റെപ്പും അദ്ദേഹം ഡിസൈൻ ചെയ്തതാണെന്ന് പറയാം. ഇപ്പോൾ ഒരു നടന്റെ കാര്യം എടുത്തു നോക്കിയാൽ ഒരു സിനിമയിലേക്ക് വരുന്ന സമയത്ത് പ്രേക്ഷകരിലേക്ക് എളുപ്പം എത്താൻ കഴിയുന്ന ഒരു ജോണറാണ് ഒരു കോമഡി ഡ്രാമ അല്ലെങ്കിൽ റൊമാൻറ്റിക് ഡ്രാമ എന്ന് പറയുന്നത്. വിജയുടെ കരിയർ എടുത്ത് നോക്കിയാലും ആദ്യത്തെ കുറച്ച് സിനിമകൾക്ക് ശേഷം വിജയ് മൊത്തം ഫോക്കസ് ചെയ്തത് ഇത്തരം റൊമാൻറ്റിക് ഡ്രാമകളിലൂടെ ആയിരുന്നു. ഈ റൊമാൻറ്റിക് ഡ്രാമ എന്ന് പറയുന്നത് അന്നത്തെ യൂത്ത് ഓഡിയൻസിനെ, തമിഴ്നാട്ടിലെയും കേരളത്തിലെയും യൂത്ത് ഓഡിയൻസിനെ പെട്ടെന്ന് വിജയിലേക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന, വിജയിലേക്ക് അടുപ്പിക്കാൻ പറ്റിയ ജോണറുകളായിരുന്നു. ഇപ്പോൾ ലവ് ടുഡേ, തുള്ളാതെ മനവും തുള്ളും പോലുള്ള സിനിമകളൊക്കെ വിജയെ യൂത്ത് ഓഡിയൻസിലേക്ക് അല്ലെങ്കിൽ ഫാമിലി ഓഡിയൻസിലേക്ക് ഏറ്റവും കൂടുതൽ അടുപ്പിക്കാൻ സഹായിച്ച സിനിമകളായിരുന്നു. മാത്രമല്ല എന്നും ഒരു ബോയ് നെക്സ്റ്റ് ഡോർ ഇമേജ് വിജയ് കാത്തു സൂക്ഷിക്കുന്നു. നമ്മുടെയൊക്കെ വീട്ടിലെ ചേട്ടൻ അല്ലെങ്കിൽ നമ്മുടെ അനിയൻ, നമുക്ക് അറിയാവുന്ന ഒരാൾ സിനിമയിൽ എത്തിയാൽ എങ്ങനെ ഇരിക്കും, അത്തരത്തിൽ വളരെ വളരെ എന്താണ് നമ്മുടെ ആക്സസിബിളായ വളരെ ചാമിങ് ആയിട്ടുള്ള വിജയെ ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ തുള്ളാതെ മനവും തുള്ളു എന്ന് പറയുന്ന സിനിമ കേരളത്തിൽ 100ഓളം ദിവസം ഓടി വിജയിച്ചൊരു സിനിമയാണ്. ഒരിക്കൽ സൂര്യ പറഞ്ഞിട്ടുണ്ട്, സൂര്യ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിനായിട്ട് കേരളത്തിൽ വന്ന സമയത്ത് അദ്ദേഹം വിജയുടെ ഒരു ആരാധന അല്ലെങ്കിൽ വിജയുടെ ഒരു ഫാൻ ബേസ് കണ്ട് ഞെട്ടിപ്പോയിട്ടുണ്ടെന്ന്. ഇത് പറയുന്നത് 90s കാര്യമാണെന്ന് ഓർക്കണം. അപ്പോൾ ഈ 90കളിൽ തന്നെ വിജയ് വലിയ രീതിയിൽ കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 90s ജനിച്ച നമ്മുടെ എല്ലാവരുടെയും ഒരു ലൈഫിൻ്റെ ഒരു പാർട്ട് തന്നെയായിരുന്നു വിജയ് സിനിമകളും വിജയ് പാട്ടുകളൊക്കെ. വിജയ്ക്ക് ഒരുപാട് ആരാധകരുണ്ട്, അതുപോലെ തന്നെ വിജയ്ക്ക് ഒരുപാട് ഹേറ്റേഴ്സും ഉണ്ട്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, എല്ലാവരുടെയും ലൈഫിൽ ഒരു വിജയ് സിനിമയോ ഒരു വിജയ് പാട്ടോ ഇമ്പാക്റ്റ് ഉണ്ടാക്കാതെ പോയിട്ടില്ല. ഇന്നസൈ പാടി വരും, മെല്ലിനുമേ, മിന്നലെ പിടുത്ത്, അങ്ങനെ എത്രയോ വിജയ് ഗാനങ്ങൾ നമ്മുടെയൊക്കെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടില്ലേ? വിജയുടെ സിനിമകൾ കണ്ട് ഷർട്ടിനുമേൽ ഷർട്ട് ഇട്ട് നടന്നൊരു കാലം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും. ചിലപ്പോൾ നമ്മളെല്ലാവരും ആദ്യമായിട്ട് തിയേറ്ററിൽ പോയി കണ്ടൊരു അന്യഭാഷ സിനിമ പോലും ഒരു വിജയ് സിനിമയായിരിക്കും. 90കൾ ജനിച്ച എല്ലാ ആൾക്കാർക്കും വിജയ് എന്ന് പറയുന്ന ഒരു ഇമോഷൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വിജയ് പെട്ടെന്ന് സിനിമ അവസാനിക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാ മലയാളികൾക്കും അതൊരു ഇമോഷണൽ മൊമെന്റ് തന്നെയാണ്. നേരത്തെ വിജയുടെ ജീവിതം അല്ലെങ്കിൽ വിജയുടെ കരിയർ ഒരു സിനിമാ കഥ എന്ന് പറഞ്ഞ പോലെ ഓരോ സ്റ്റെപ്പുകളും അതിനനുസരിച്ച് ഡിസൈൻഡ് ആയിരുന്നു. റൊമാൻറ്റിക് സിനിമകൾക്ക് ശേഷം വിജയ് പെട്ടെന്ന് തന്നെ ആക്ഷൻ ജോണറുകളിലേക്ക് തിരിഞ്ഞു. ഇപ്പോൾ തിരുമല എന്ന് പറയുന്ന സിനിമയിൽ പുതിയൊരു ലുക്കിലും പുതിയൊരു ഭാവത്തിലും വിജയ് ഈ ഷർട്ടിന് മേൽ ഷർട്ടിട്ട് വരുന്ന ലുക്കൊക്കെ തിരുമലയിലാണ് ആദ്യമായിട്ട് വരുന്നത്. തിരുമലയിലൂടെ പിന്നീട് തിരുപ്പാച്ചി വന്നു, ശിവകാശി വന്നു, ഗില്ലി വന്നു, പോക്കിരി വന്നു. ഈ സിനിമകളിലൂടെ എല്ലാം വിജയ് മലയാളികൾക്കും തമിഴ്നാട്ടിലെ ജനങ്ങൾക്കും കൂടുതൽ പ്രിയങ്കരനായി. ഇതിൽ ഗില്ലിയും പോക്കിരിയൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു നിങ്ങൾ പലർക്കും അറിയാം, പല റെക്കോർഡുകളും തിരുത്തിക്കുറിച്ചാണ് തിയേറ്റർ വിട്ടത്. ഇന്നും വിജയുടെ സിനിമകളിൽ ഏറ്റവും പ്രിയപ്പെട്ട സിനിമ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മലയാളികൾക്ക് ഓടി വരുന്ന സിനിമകൾ ഗില്ലിയും പോക്കിരിയൊക്കെ ആയിരിക്കും. കരിയറിൽ 2007 മുതൽ 2011 വരെയുള്ള വർഷം വിജയ്ക്ക് വളരെ മോശം സമയമായിരുന്നു. മോശം സിനിമകളും മോശം കഥാപാത്രങ്ങളും മോശം അഭിനയമൊക്കെ ചേർന്ന് എല്ലാവരും വലിയ രീതിയിൽ വിമർശിച്ച ഒരു വർഷം. ഇതിൽ തന്നെ തൻ്റെ കരിയറിലെ മൈൽ സ്റ്റോൺ ആവേണ്ടിയിരുന്ന ഒരു സിനിമ സുറ പോലും വലിയ രീതിയിൽ വിമർശിക്കപ്പെടുകയും തിയേറ്റർ ഓണേഴ്സ് അടക്കം വിജയ് തള്ളിപ്പറയുകയും ചെയ്തൊരവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നോർക്കണം, അപ്പോഴും വിജയ് ആരാധകർ വിജയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. പരാജയങ്ങൾക്കിടയിൽ ഇറങ്ങിയ വേട്ടക്കാരൻ എന്ന് പറയുന്ന സിനിമ പോലും കേരളത്തിൽ വലിയ രീതിയിലാണ് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടത്. അത്രത്തോളം ഉണ്ടായിരുന്നു ആരാധകർക്ക് വിജയോടുള്ള സ്നേഹം. തുപ്പാക്കി എന്ന് പറയുന്ന സിനിമ വന്നതോടുകൂടി ആ ഇഷ്ടം കൂടുതൽ വർദ്ധിക്കുകയാണ് ചെയ്തത്. കാരണം ഒരു വിജയ് സിനിമ എങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു ടെംപ്ലേറ്റ് ഉണ്ടായിരുന്നു. ആ ടെംപ്ലേറ്റിനെയാണ് തുപ്പാക്കിയും കത്തിയൊക്കെ അപ്പാടെ മാറ്റിമറിച്ചത്. തുപ്പാക്കി, കത്തി, മെർസൽ, തെറി പോലുള്ള സിനിമകൾ ഇളയ ദളപതി വിജയിൽ നിന്ന് ഒരു സൂപ്പർ സ്റ്റാർഡത്തേക്ക് മാറ്റി ദളപതി വിജയ് എന്നുള്ള രീതിയിലേക്കാണ് അദ്ദേഹത്തെ മാറ്റിയെടുത്തത്. ഞാൻ നേരത്തെ പറഞ്ഞ സിനിമാ കഥയിലെ ഒരു 3ാം അധ്യായം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതുവരെ ഒരു തട്ടുപൊളിപ്പൻ കമേഴ്ഷ്യൽ താരമായിരുന്നു, അല്ലെങ്കിൽ തമിഴ്നാട്ടിലും കേരളത്തിലും മാത്രം ഒതുങ്ങി നിന്ന വിജയ് എന്നൊരു താരം ഓവർസീസ് മാർക്കറ്റിലേക്കും ആന്ധ്ര തെലുങ്ക് മാർക്കറ്റിലേക്കും വലിയ രീതിയിലാണ് പെനിട്രേറ്റ് ചെയ്യപ്പെട്ടത്. ഓരോ വിജയ് സിനിമ ഇറങ്ങുമ്പോഴും ഓരോ ആഘോഷങ്ങളായിരുന്നു. ഈ പറയുന്ന പോലെ ദളപതി വിജയ് ആയതിനു ശേഷം അതിന് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആഘോഷങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. റെക്കോർഡുകൾ മാറ്റിമറിക്കപ്പെട്ടു, പുതിയ റെക്കോർഡുകൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ജനനായകയിലേക്ക് എത്തുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട വിജയ്, ദളപതി വിജയ് ഡിസേർവ് ചെയ്യുന്നൊരു ഫൈനൽ ഫിലിം ആണോ ഇതെന്ന ചോദ്യത്തിന് 2 ഉത്തരങ്ങളുണ്ടാകും, 2 അഭിപ്രായങ്ങളുണ്ടാകും. ബട്ട് സ്റ്റിൽ ജനനായകൻ എന്ന് പറയുന്ന ഒരു സിനിമ തിയേറ്ററിൽ കാണുന്ന ഏതൊരു വിജയ് ആരാധകനും അതൊരു ഇമോഷണൽ മൊമെന്റ് തന്നെയായിരിക്കും. കാരണം സിനിമയിലെ നെഗറ്റീവുകളെ, സിനിമയിലെ ഫ്ലോസിനെ മറികടക്കാൻ സഹായിക്കുന്നതും ഇത് അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ഫിലിമാണെന്നുള്ളൊരു ഇമോഷൻ തന്നെയാണ്. സിനിമയുടെ അവസാനം ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ വരുന്നുണ്ട്. അതൊരു സ്പോയിലറൊന്നും അല്ല, കാരണം ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ വിജയുടെ തുടക്കം മുതൽ ഇന്ന് വരെയുള്ള സിനിമകളുടെ എല്ലാം മാഷപ്പ് കാണിക്കുന്നുണ്ട്.
തീർച്ചയായിട്ടും എല്ലാ വിജയ ആരാധകർക്കും ഒരു ഇമോഷണൽ മൊമെൻറ്റ് തന്നെയാണത്. ജനനായകൻ കണ്ടിറങ്ങുമ്പോൾ അതൊരു അവസാന ഫിലിമാണ്, ഇനിയൊരു FDFS ഇല്ല എന്നുള്ളൊരു വിചാരത്തോടു കൂടി തന്നെയാണ് എല്ലാ വിജയ ആരാധകനും ഇന്ന് തിയേറ്റർ വിട്ടിട്ടുണ്ടാകുക. ജൂൺ 22 അദ്ദേഹത്തിൻ്റെ പിറന്നാളിന് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഒരു ഫസ്റ്റ് ലുക്ക്, ഒരു ട്രെയിലർ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിനിമയുടെ അപ്ഡേറ്റ്. ഇനി ഒരു ജൂൺ 22 ഒരു സെലിബ്രേഷൻ ഇല്ല, ഒരു ഫസ്റ്റ് ലുക്ക് ഇല്ല, ഒരു ടീസർ ഇല്ല, ട്രെയിലർ ഇല്ല, ഒരു പുതിയ സിനിമയുടെ അപ്ഡേറ്റ് ഇല്ല എന്ന് പറയുന്നത് ഏതൊരു വിജയ ആരാധകനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇമോഷണൽ മൊമെൻറ്റ് തന്നെയായിരിക്കും. വളരെ മുമ്പ് പൃഥ്വിരാജ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു വിജയ് സിനിമ ഇറങ്ങുമ്പോൾ ഒരു ഇൻഡസ്ട്രിയുടെ തന്നെ ഡൈനാമിക്സ് ആണ് മാറി മറിയുന്നത്. അത് വളരെയധികം ശരിയാണ്. കാരണം വിജയ് എന്നുള്ളൊരു അഭിനേതാവ് സിനിമ നിർത്തുമ്പോൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത് വെക്കുന്ന ഒരു വലിയൊരു വോയിഡുണ്ട്, ഒരു വലിയ ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പ്, ആ വിടവ് ഇനി ഒരു താരത്തിനും നികത്താനാവില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒരു വിജയ് സിനിമ ഇടുന്ന റെക്കോർഡുകൾ, ഒരു വിജയ് സിനിമ ഇടുന്ന ഒരു ഫൈനൽ കളക്ഷൻ ഇനി മറ്റൊരു താരത്തിന് മറികടക്കാനാകുമോ എന്ന് സംശയമാണ്. സിനിമയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പല അധ്യായങ്ങൾ പോലെ അദ്ദേഹത്തിൻ്റെ 4ാമത്തെ അധ്യായം ഇവിടെ തുടങ്ങുകയാണ്. ദി ഓണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് തമിഴ്നാട് സി ജോസഫ് വിജയ്. അദ്ദേഹം ഒരു സീരിയസ് പൊളിറ്റീഷ്യൻ തന്നെയാണ്. കാരണം ഇപ്പോൾ തീർച്ചയായിട്ടും സിനിമയിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അത് സിനിമ ഇൻഡസ്ട്രിക്ക് നൽകുന്ന ഒരു വിടവ് അത് വലുത് തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ അതിനേക്കാൾ വലിയൊരു ചുമതലയുണ്ട്. ആ ചുമതല സിനിമയിൽ എന്ന പോലെ വലിയൊരു വിജയത്തിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്നാണ് എല്ലാവരും പറയുന്നത്. പലരും സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നൊരു കാര്യമുണ്ട്, കുറച്ച് നാൾക്ക് ശേഷം ജനനായകൻ അവസാന സിനിമയല്ല, കുറച്ച് നാൾക്ക് ശേഷം അദ്ദേഹം സിനിമയിലേക്ക് തിരിച്ചെത്തും, വീണ്ടും ഒരു ആഘോഷവും FDFSും എല്ലാം ഉണ്ടാകുമെന്ന്. പക്ഷേ നമ്മൾ കുറച്ച് പേർക്കെങ്കിലും അറിയാം അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന്. എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ ജനനായകൻ കണ്ടിറങ്ങുന്ന ഓരോ പ്രേക്ഷകനും അതൊരു ഇമോഷണൽ മൊമെൻ്റ് ആണ്. ജനനായകൻ സിനിമയുടെ അവസാനം എഴുതി കാണിക്കുന്ന ഒരു വാചകമുണ്ട്, ദിസ് ഈസ് ദി എൻഡ് ബട്ട് ദിസ് ഈസ് ഓൾസോ ദി ബിഗിനിങ്. സിനിമയിൽ എന്ന പോലെ വലിയ വിജയങ്ങൾ രാഷ്ട്രീയത്തിൽ വിജയം തേടിയതട്ടെ. ഒരു സിനിമ ആരാധകനെ സംബന്ധിച്ചിടത്തോളം വിജയ് എന്നുള്ള താരത്തെ നമ്മളെല്ലാവരും മിസ് ചെയ്യും. താങ്ക് യു വിജയ്.